ഒരുപാട് രോഗികൾ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ബൈപ്പാസ് സർജറി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. കീഹോൾ സർജറി ആണെങ്കിലും കുഴപ്പമില്ല, ബൈപ്പാസ് ഇനി വേണ്ട. നിങ്ങൾക്കറിയോ, ലോകത്തെമ്പാടും ബൈപ്പാസ് സർജറികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയാണ്. ലോകത്തുനിന്ന് മാത്രമല്ല, ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും ബൈപ്പാസ് സർജറി ഇപ്പോൾ കുറഞ്ഞു വരിക തന്നെയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണ് നമുക്ക് നോക്കാം. ബൈപ്പാസ് സർജറി എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കാതെ നമ്മളൊരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു റോഡ് കേടുവന്നാൽ ആ റോഡ് ടാറിട്ട് റിപ്പയർ ചെയ്യാതെ നമ്മൾ ഒരു ബൈപ്പാസ് റോഡ് ഇട്ടിട്ട് പുതിയ വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ബൈപ്പാസ് സർജറി. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേടുവന്ന റോഡ് ക്ലീൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് പുതിയ ടെക്നിക്കുകൾ റിസ്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ സാധ്യമാണ്. അത് കാരണം പല വ്യക്തികൾക്കും ബൈപ്പാസിന്റെ ആവശ്യം ഇപ്പൊ കാണാറില്ല. ബൈപ്പാസ് ഒഴിവാക്കാനുള്ള 4-5 ടെക്നോളജികളാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടെക്നിക്കാണ് കാൽഷ്യം പൊടിച്ചു കളയുക എന്നുള്ളത്. രക്തക്കൊഴലിൽ കാൽഷ്യം ഉണ്ടായിരുന്നെങ്കിൽ മുമ്പൊക്കെ ബൈപ്പാസ് മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കാൽഷ്യം പൊടിച്ചു കളയുന്ന റോട്ടാബ്ലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ രക്തക്കൊഴലിനകത്ത് ഷോക്ക് കൊടുത്തിട്ട് കാൽഷ്യം നീക്കുന്ന IVL എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ഞാൻ തന്നെ പണ്ട് കാലത്ത് കാൽഷ്യം ഉള്ള രോഗികളെ ബൈപ്പാസിന് വിടാറുണ്ടായിരുന്നു. ഇപ്പൊ ഭൂരിപക്ഷം കാൽഷ്യം ഉള്ള രോഗികളെയും ഈ പറഞ്ഞ നൂതന ടെക്നിക്കുകൾ ഉപയോഗിച്ച് ബൈപ്പാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ബൈപ്പാസ് നിർബന്ധം പറഞ്ഞിരുന്ന പല രോഗികളുടെയും ബ്ലോക്ക് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മെയിൻ ഭാഗത്ത്, ലെഫ്റ്റ് മെയിൻ എന്ന് പറയും, ഈ ഭാഗത്തെ ബ്ലോക്കുകൾ പണ്ട് നമുക്ക് ബൈപ്പാസ് നിർബന്ധമായിരുന്നു. ഇപ്പോൾ പുതിയ ടെക്നോളജി ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് മെയിനുള്ള പല രോഗികളെയും എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറ്. ഇതിന് നമ്മൾ പുതിയ സ്റ്റെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് മെയിൻ ഭാഗത്തേക്ക് ക്യാമറ ഇറക്കിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ചികിത്സ കൊടുത്ത് റിസ്ക് പരമാവധി ഒഴിവാക്കിയിട്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്ന നൂതനമായ ക്യാമറകളെ നമ്മൾ IVS എന്ന് പറയും. ചില ആളുകൾക്ക് OCT എന്ന് പറയുന്ന രക്തക്കൊഴലിനകത്ത് ക്യാമറയിലൂടെ CT സ്കാൻ എടുക്കുന്ന പുതിയ ടെക്നിക്കുകൾ, ഇതെല്ലാം ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പഠനങ്ങൾ കാണിക്കുന്നത് ഇതുപോലുള്ള നൂതന ടെക്നോളജി ഉപയോഗിക്കുന്ന രോഗികളുടെ വിജയ ശതമാനം 95%. അതുപോലെ വേറൊരു ടെക്നോളജി എന്ന് പറയുന്നത് മരുന്ന് പുരട്ടിയ ബലൂണുകളാണ്. മുമ്പൊക്കെ ഒരിക്കൽ സ്റ്റെന്റ് ഉപയോഗിച്ച് അതിനകത്ത് വീണ്ടും ബ്ലോക്ക് വന്നാൽ പലപ്പോഴും ബൈപ്പാസ് വേണ്ടി വരികയാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്ന് പുരട്ടിയ ബലൂൺ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നിക്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി തന്നെ പലപ്പോഴും മതിയാവും. ലോകമൊട്ടുക്കും ആളുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയാണ് മുൻതൂക്കം നൽകുന്നത്. അതിന്റെ കാര്യം, നെഞ്ച് കീറേണ്ട ആവശ്യമില്ല, മുറിവുകളില്ല, റിസ്ക് കുറവാണ്.